മാതൃഭൂമി ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിൽ നടക്കുകയാണ്. അതിലേക്ക് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നു പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇന്നിവിടെ പെട്ടെന്ന് ജൂറി പാനലിൽ കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇതെപ്പോഴും ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഏതായാലും നന്നായി മത്സരിച്ചവർ എല്ലാവർക്കും ഒന്നാം സ്ഥാനത്തെത്താൻ പറ്റില്ല. ഇത് ടീമാണല്ലോ അല്ലേ, ടീമായിട്ട് മത്സരിക്കുന്നല്ലേ, ഇൻഡിവിജ്വലാണോ? അപ്പോൾ ഇൻഡിവിജ്വലാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് മാത്രമാണ് സമ്മാനം കിട്ടുക. ബാക്കിയുള്ളവരും ഞാൻ കണ്ടവരൊക്കെ നന്നായി പെർഫോം ചെയ്തു, വാദമുകൾ അവതരിപ്പിച്ചു. ചില ഒരുപക്ഷെ അവർക്ക് കിട്ടിയതായിരിക്കാം അനുകൂലിച്ചും എതിർത്തും രണ്ട് പക്ഷത്ത് നിൽക്കുക. ഇത് തന്നെ നിയമസഭയും ലോകസഭയൊക്കെ അങ്ങനെ തന്നെ. ഒരു വിഭാഗം അനുകൂലിക്കും, ഒരു വിഭാഗം എതിർക്കും. എതിർക്കുന്നവരൊന്നും ഉള്ളിൽ തട്ടി എതിർക്കുന്നതല്ല, ചിലത് എതിർക്കേണ്ടി വരും. അതുകൊണ്ട് ഉള്ളിൽ തട്ടി എതിർത്തതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും അന്തസ്സോടെ തലയുയർത്തി ജീവിക്കാൻ സാധിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സാധിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരല്പം പാനിക്കാക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. CAA ഒരു ഭാഗത്തുണ്ട്. ഇന്ത്യയുടെ പ്രത്യേകത ബഹുസ്വരതയാണ്. മൾട്ടി റിലീജിയസ് നമ്മുടെ രാജ്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം. നിർഭാഗ്യവശാൽ അത്തരം ഉൾക്കൊള്ളലെല്ലാം എത്ര കാലം നിലനിൽക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ട്. ഇന്ത്യ എന്ന ആശയം എത്ര കാലം നിലനിൽക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ തന്നെ ഞാനും പങ്കുവെക്കുകയാണ്. പക്ഷെ ഞാനൊരു ഒപ്റ്റിമിസ്റ്റിക്കാണ്. ഈ കാലവും കഴിഞ്ഞു പോകും. ഇതിനെല്ലാം അതിജീവിച്ച് നാം മുന്നോട്ട് വരും. ഈ